ആഷിഖ് കപൂർ നിർമ്മിച്ച് ആഷിഖ് കപൂർ സംവിധാനം ചെയ്ത ആഷിഖ് കപൂർ DOP ചെയ്ത റൈഫിൾ ക്ലബ്ബ്. ഞാൻ മൂന്നും ആഷിഖ് കപൂർ എന്ന് പറയാൻ കാരണം ഈ സിനിമ ആഷിഖ് കപൂറിൻ്റെ ആയതുകൊണ്ടാണ്. നമ്മൾ ഈ സിനിമ കണ്ടിറങ്ങിയതിന് ശേഷം നമ്മുടെ ഉള്ളിൽ ഓർത്ത് വെക്കുന്ന ഡയറക്ടോറിയൽ പാർട്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ സിനിമാറ്റോഗ്രഫി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ക്യാൻവാസ് ഉണ്ടല്ലോ, ഇതെല്ലാം കൂടി ഒരു മനുഷ്യനിലേക്ക് അലിഞ്ഞു ചേരുന്നതെന്ന് പറയുമ്പോൾ ആഷിഖ് കപൂർ ഫാൻസ് ഉൾപ്പെടെ, ഇപ്പം നമ്മളെല്ലാവരും കൂടെ ആഷിഖ് കപൂർ സിനിമ ഫാൻസ് ഉണ്ടല്ലോ, ആ ഫാൻസിനൊക്കെ തന്നെ വലിയ സന്തോഷം ഉണ്ടാക്കുന്ന രീതിയിലാണ് റൈഫിൾ ക്ലബ്ബ് വരുന്നത്. സോ റൈഫിൾ ക്ലബ്ബിൻ്റെ വിശേഷങ്ങളെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. ആഷിഖ് കപൂറിൻ്റെ മുന്നത്തെ 2 സിനിമയും തിയേറ്ററുകളിൽ വൻ വിജയമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ഡയറക്ടറിൻ്റെ ഭാഗത്ത് നിന്ന് എന്തായിരിക്കും പുതിയ ഒരു ഔട്ട്പുട്ട് വരിക എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് റൈഫിൾ ക്ലബ്ബ് ഇസ് ദി ആൻസർ. വലിയ സ്റ്റാർ കാസ്റ്റ്, ഈ സിനിമ വരുമ്പോഴേക്കും ഒരു വമ്പൻ സ്റ്റാർ കാസ്റ്റ്. ആൻഡ് അതിനകത്ത് ഏറ്റവും വലിയ സന്തോഷം തോന്നുന്ന കാര്യം ഇവരെ എല്ലാവരും യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. വെറുതെ ഒരാളെ ചുമ്മാ ഒരു സ്ക്രീനിൽ നിർത്താൻ വേണ്ടി യൂസ് ചെയ്യാതെ എല്ലാവരെയും എക്സ്പ്ലോർ ചെയ്യുക. ആൻഡ് ഇതിൻ്റെ ടൈം ലൈൻ 2 മണിക്കൂറേ ഉള്ളൂ. 2 മണിക്കൂറിൽ വളരെ ഷോർട്ടായി, വളരെ ക്രിസ്പായി, വളരെ ഡീറ്റെയിൽഡായി, അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. വളരെ ഡീറ്റെയിൽഡായിട്ട് പ്രേക്ഷകർക്ക് എൻഗേജിങ് അത്രയും എൻഗേജിങ് ആക്കിക്കൊണ്ട് കൊണ്ടുപോവുക എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഉണ്ടല്ലോ. ആഷിഖ് കപൂർ എന്ന ഡയറക്ടർ പുൾ ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു സാധനം എല്ലാവർക്കും പുൾ ഓഫ് ചെയ്യാൻ പറ്റുന്നതല്ല എന്നും കൂടി അവസരത്തിൽ പറയട്ടെ. ആൻഡ് ഇതിൻ്റെ കാസ്റ്റിങ്ങിലുള്ള സംഭവങ്ങൾ തന്നെ എടുത്ത് നോക്കുക. നമുക്ക് ദിലീഷ് പോത്തൻ, അനുരാഗ് കശ്യപ്, ഹനുമാൻ കൈൻഡൊക്കെ എന്ത് പെർഫോമൻസ് ആയിരുന്നു അറിയോ. വാണി വിശ്വനാഥ്, വിജയരാഘവൻ, ദർശന രാജേന്ദ്രൻ, സുരഭി ലക്ഷ്മി, ഉണ്ണിമായ പ്രസാദ്, വിനീത് കുമാർ, സുരേഷ് കൃഷ്ണ, പൊന്നമ്മ ബാബു തുടങ്ങി ഒരു വമ്പൻ താരനിര അണിനിരക്കുന്ന ചിത്രത്തിൽ എല്ലാവർക്കും ഡീറ്റെയിലിങ്സ് കൊടുത്ത് എല്ലാവരെയും പ്രേക്ഷകരുടെ മനസ്സിൽ പിടിച്ചു നിർത്തി. പ്രത്യേകിച്ച് ക്ലൈമാക്സിന് അവസാനം ഒരു ഫ്രെയിം ഉണ്ട്, എല്ലാവരും കൂടി ഒരുമിച്ച് നിൽക്കുന്നത്, എല്ലാവരോടും ഈക്വലി നമുക്ക് സ്നേഹവും സന്തോഷവും ഒക്കെ തോന്നുന്ന രീതിയിൽ ഈ സിനിമ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സ്ക്രിപ്റ്റ് പ്രത്യേകിച്ച് അതിലേക്കും കൂടെ ഒന്ന് പോകണം കേട്ടോ. പ്രധാനമായും ശ്യാം പുഷ്കരൻ, ദിലീഷ് നായർ, സുഹാസും കൂടി ചേർന്ന് എഴുതിയിരിക്കുന്നത് തിരക്കഥയാണ്. പക്ഷേ ഞാൻ പറയട്ടെ, ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു റിവൻ സ്റ്റോറിയാണ്. ഇതൊരു പക്കാ റിവൻ സ്റ്റോറിയാണ്. അതിനകത്ത് ഒറ്റ ലൈനിൽ നമുക്ക് പറഞ്ഞു തീർക്കാൻ പറ്റുന്ന കഥയേ ഉള്ളൂ ഇതിൽ. അല്ലാതെ ഇതിനകത്ത് വളരെ ഡീറ്റെയിലിംഗ് ആയിട്ട് പോകുന്നൊരു കഥയല്ല. പക്ഷേ ഇതിൻ്റെ തിരക്കഥയിൽ എങ്ങനെയൊക്കെ എൻഗേജ് ചെയ്യിക്കാമെന്ന് പറ്റുന്ന ആ ഒരു പോയിൻ്റ് ഉണ്ടല്ലോ. എങ്ങനെയാണ് ഈ സ്ക്രീൻ പ്ലേയെ നമുക്ക് എൻഗേജിങ് ആക്കാൻ പറ്റുക, ഓരോ സീൻസിൽ നമുക്ക് എന്തൊക്കെ പുതുമ കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് റൈഫിൾ ക്ലബിനെ ഏറ്റവും കൂടുതൽ നിലനിർത്തുന്നത്. ആൻഡ് ഇതിൻ്റെ ഡയലോഗ്സ്, ഇതിൽ വളരെ നെടുനീളനായിട്ടുള്ള മാസ് ഡയലോഗ്സ് അല്ല ഇതിനകത്തുള്ളത്. 1 ലൈൻ, 2 ലൈൻ, 3 ലൈൻ മാക്സിമം ഉള്ള ഒരു ഡയലോഗ്സ് ആയിരിക്കും. പക്ഷേ ആ ഒരു ലൈൻ, ആ ഒരു സിംഗിൾ ലൈൻ ഉണ്ടാക്കുന്ന പഞ്ച്, തിയേറ്ററിൽ ഉണ്ടാക്കുന്ന കയ്യടി, തിയേറ്റർ എക്സ്പീരിയൻസ് ഡിമാൻഡ് ചെയ്യുന്നൊരു ചിത്രം തന്നെയാണ് റൈഫിൾ ക്ലബ്ബ്, നിസ്സംശയം പറയാൻ സാധിക്കും. അതിപ്പോൾ ഡയലോഗ്സിൽ പ്രത്യേകിച്ച് ഇതുപോലെ ഈ സിനിമ ബ്രൂട്ടലായിട്ടുള്ള ഒരു സിനിമയാണോ എന്ന് ചോദിച്ചാൽ ആണ്. വളരെയധികം ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ചിത്രമാണോ എന്ന് ചോദിച്ചാൽ ആണ്. ഇതൊരു കോമഡി സിനിമയാണെന്ന് ചോദിച്ചാൽ ആണ്. ഇതിനകത്ത് ഒരുപാട് ഹ്യൂമറസ് ആയിട്ടുള്ള ഡയലോഗ്സ് ഉണ്ട്, ഇതിനകത്ത് കുറച്ച് ഇമോഷണൽ ആയിട്ടുള്ള രംഗങ്ങളുണ്ട്, ഇതിനകത്ത് ഒരുപാട് റൊമാൻറ്റിക് ആയിട്ടുള്ള രംഗങ്ങളുണ്ട്, ഇതിനകത്ത് കുറേ വയലൻസ് രംഗങ്ങളുണ്ട്. അങ്ങനെ പല ജോണറുകളും ടച്ച് ചെയ്ത് പോയി ഒരു കംപ്ലീറ്റ്, നമ്മൾ സദ്യ കഴിക്കാൻ പോകുമ്പോൾ നമുക്ക് ഒരുപാട് വിഭവങ്ങളുള്ളതുപോലെയാണ് ഈ സിനിമ. ഒരുപാട് ജോണേഴ്സ് ഉണ്ട്, അതിലെല്ലാം ടച്ച് ചെയ്ത് പോയി അവസാനം ഒരു സംതൃപ്തി പ്രേക്ഷകന് കിട്ടി തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരാൻ സാധിക്കുന്ന രീതിയിൽ റൈഫിൾ ക്ലബ്ബ് പ്ലേസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് സന്തോഷം തോന്നുന്നുണ്ട്. കാരണം നമ്മൾ ഈ 2024 അവസാനത്തിലേക്ക് വരുമ്പോഴേക്കും മലയാള സിനിമയിൽ വരുന്ന സിനിമകൾ വളരെ ഗംഭീരമായി മാറുന്നു. അത് പ്രേക്ഷകർക്ക് വളരെ സന്തോഷകരമായ രീതിയിൽ മാറുന്നതിൻ്റെ ഒരു വലിയ സന്തോഷം കൂടിയുണ്ട്. നമ്മൾ 2024 സൈൻ ഓഫ് ചെയ്യുമ്പോഴേക്കും സിനിമാ മേഖലയിൽ നിന്ന് പ്രത്യേകിച്ച് ഇങ്ങനത്തെ സിനിമകളും കൂടി വന്ന് അതൊരു തിയേറ്ററിൽ നിന്ന് തന്നെ ഒരു നിറഞ്ഞ സദസ്സിൽ ഓടുമ്പോഴേക്കുമുള്ള ഒരു സന്തോഷവും ഗംഭീരമാണ്. ഈ സിനിമ തന്നെ പറയുന്നത് 1991 കാലഘട്ടത്താണ്. മംഗലാപുരത്ത് നിന്ന് തുടങ്ങി പിന്നീടത് മാറി പ്ലേസ് ചെയ്യുന്നു. അങ്ങനെ പോകുന്നൊരു കഥയാണ്. സിനിമയിൽ റൊമാൻറ്റിക് റോളുകൾ മാത്രം ചെയ്യുന്ന ഷാജഹാൻ എന്ന വ്യക്തി ഒരു ആക്ഷൻ ഓറിയൻറ്റഡ് സിനിമ ചെയ്താൽ എങ്ങനെയിരിക്കും, അതിനായി ഷൂട്ടിംഗ് പഠിക്കാൻ പോകുന്നു. അങ്ങനെ ഒരു റൈഫിൾ ക്ലബ്ബിലേക്ക് എത്തിച്ചേരുന്നു. ഇവിടെയാണ് ഈ സിനിമയുടെ പ്ലോട്ട് തുടങ്ങുന്നത്, ഇങ്ങനെയാണ് ഈ സിനിമയുടെ കഥ പോകുന്നത്. അതിലേക്ക് ഒരു റിവെഞ്ച് ആഡ് ചെയ്യുന്നിടത്താണ് ഈ സിനിമ പിന്നീട് എൻഹാൻസ് ആവുന്നത്. പക്ഷേ ഈ സിനിമയിലേക്ക് വില്ലൻ അനുരാഗ് കശ്യപാണ് സിനിമയിലെ പ്രധാനപ്പെട്ട വില്ലനായി വരുന്നത്. ഹനുമാൻ കൈൻഡ് വരുന്നതും അദ്ദേഹത്തിൻ്റെ മകനായിട്ടാണ് വരുന്നത്. ഇവർക്കൊക്കെ കൊടുത്തേക്കുന്ന ലെയേഴ്സും ഇവർക്കൊക്കെ എങ്ങനെയാണ് ഈ സിനിമയിൽ പ്ലേസ് ചെയ്യുന്നത് ഉൾപ്പെടെ ഇതെല്ലാം നോക്കിക്കാണാണ് ചിത്രത്തിൻ്റെ ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റും ആൻഡ് ഇതിൻ്റെ കോസ്റ്റ്യൂംസ്, ഇതിൻ്റെ ലൈറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്, ഇതെല്ലാം. ലൈറ്റിംഗ് എന്നൊക്കെ പറഞ്ഞാൽ ആഷിഖ് കപൂറിൻ്റെ ക്യാമറയിലെ ലൈറ്റിംഗ് ഫാൻസ് ഉണ്ട്, അതിന് വേണ്ടി ഒരു സെപ്പറേറ്റ് ഫാൻസ് ഉണ്ട്. ആ ഫാൻസിന് ഫീസ്റ്റാണ് ഈ സിനിമ. അപ്പോൾ സിനിമ എല്ലാം കൊണ്ടും ഇതിൻ്റെ ടെക്നിക്കൽ പരമായിട്ടായിക്കോട്ടെ, കാസ്റ്റിങ്ങിലുള്ള കാര്യങ്ങളായിക്കോട്ടെ, ഇവർക്കൊക്കെ ഞാൻ പറഞ്ഞ പോലെ ഈ ഓരോ കാസ്റ്റിനും കൊടുത്തേക്കുന്ന അവരുടേതായ ഒരു ഹൈ പോർഷൻസ് ഉണ്ട്. എല്ലാവർക്കും, ഐ റിപ്പീറ്റ്, എല്ലാവർക്കും ഒരു ഹൈ പോർഷൻസ് ഉണ്ട്. എന്തിനേറെ പറയണം, ആ റൈഫിൾ ക്ലബ്ബിൽ നിൽക്കുന്ന അവിടുത്തെ സെർവൻറ്റിന് പോലും ഉണ്ട്
ഒരു ഹൈ പോർഷൻ അവർ വന്നൊരു പടക്കം പൊട്ടിച്ചിട്ട് പോകുന്നുണ്ട്. അങ്ങനെ എല്ലാവർക്കും ഈക്വലി ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടൊരു സ്ക്രീൻ പ്ലേ കാണുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം അതിഭീകരമാണ്. ആ സന്തോഷത്തിൽ തന്നെയാണ് റൈഫിൾ ക്ലബ് എന്ന സിനിമയും വലിയ വിജയമായി മാറിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ചിത്രം റിലീസായത്. അപ്പോൾ ചിത്രം കണ്ടവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. ഞാൻ പറഞ്ഞ അഭിപ്രായത്തിനോട് വിരുദ്ധമാണെങ്കിൽ അതും രേഖപ്പെടുത്തുക. വളരെ എല്ലാവർക്കും പെർഫോം ചെയ്യാൻ പറ്റുന്ന സ്പേസ് ഒരുക്കി അതിലെ പെർഫോമൻസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് സിനിമ പോകുന്നുണ്ട്. ക്ലൈമാക്സിൽ പ്രത്യേകിച്ച് ഒരു സംഭവം മെൻഷൻ ചെയ്യുന്നുണ്ട് അതിന് മുന്നേ ആയിട്ട്. പക്ഷേ ആ സംഭവത്തിലേക്ക് സിനിമ ക്ലൈമാക്സിലേക്ക് കടക്കാത്തത് എനിക്കൊരു ചെറിയ നിരാശയായിട്ട് തോന്നി എന്നുള്ളത്. കാരണം നമ്മൾ അത്രയും ഹൈപ്പിലോട്ട് കൊണ്ടുപോകുന്നുണ്ട് സിനിമ. ക്ലൈമാക്സിലോട് അടുക്കുമ്പോൾ ഇത് തുറക്കുമായിരിക്കും എന്നുള്ളത്, ആ ഒരു ഫാക്ടർ തുറക്കുമായിരിക്കും എന്നുള്ളത്. ആ ഫാക്ടർ എന്താണെന്ന് നിങ്ങൾ സിനിമ കാണുമ്പോൾ മനസ്സിലാക്കുക. പക്ഷേ ആ ഫാക്ടറോ അതിനെപ്പറ്റി പിന്നീടുള്ള പരാമർശങ്ങളൊന്നും നടക്കുന്നില്ല. അപ്പോൾ അതിലൊരു ചെറിയ നിരാശ തോന്നിയത് ഒഴിച്ചു നിർത്തിയാൽ എല്ലാം കൊണ്ടും സംതൃപ്തികരമായിട്ടൊരു സിനിമയായിട്ടാണ് റൈഫിൾ ക്ലബ്ബ് അനുഭവപ്പെട്ടത്. സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. താങ്ക് യു സോ മച്ച്.